നിങ്ങൾ പ്രവാസം നിർത്തി പോവാന്ന് കേട്ട് അന്ന് തുടങ്ങിയതാണ് ജാഫറിനൊരു ടെൻഷൻ. അതിന് ഓനെന്തിനാ ടെൻഷൻ അടിക്കണെന്ന്? ടെൻഷനല്ല ബുട്ടിയാക്ക, എന്തോ നഷ്ടപ്പെടും പോലെ ഒരു തോന്നല്. നമ്മളൊക്കെ നമ്മളെ വീട്ടിൽ അന്തിറങ്ങിയതിനേക്കാളും കൂടുതൽ ഇവിടെ ഒന്നിച്ചു റൂമിലല്ലേ കിടന്നുറങ്ങിയത്. ഉപദേശിക്കാനും ഗുണദോഷിക്കാനൊക്കെ ഉള്ള ഒരാള് പെട്ടെന്ന് പോവാന്ന് കേട്ടപ്പോ പെട്ടെന്നൊന്നും അല്ല, കൊറേ കാലമായിട്ടുള്ളൊരു ആലോചനയാണ്. ഇനിയും ആലോചിച്ചാലും ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല. ഒരു വിസും കൂടിയൊക്കെ ഒന്ന് പുതുക്കിയിട്ട് പോയാ പോരെ? അങ്ങനെ ചിന്തിച്ചിപ്പം 10-37 കൊല്ലം കഴിഞ്ഞു. ഏതായാലും ഞാൻ നാളെ രാത്രിയാണ് കയറും. 1-2 ആൾക്കാരെ കാണാണ്ട്, കുറച്ച് ഇടപാടുകളൊക്കെ തീർക്കാണ്ട്. മൂപ്പരെ മോനിപ്പോ ഏതോ ഗവൺമെന്റ് സ്കൂളിൽ ജോലി ഇട്ടിട്ടുണ്ട് അല്ലേ? പിന്നെ ഇപ്പൊ ഒരു മോളാ ഉള്ളത്, അതിനെ കെട്ടിച്ചു. പിന്നെ വീടും വണ്ടിയൊക്കെ ആയിട്ട് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി തന്നെയാണ്. ഓക്കെ, ഇൻഷാ അല്ലാ. ആരാ? എന്താ കൊറേ നേരമല്ലോ. നമ്മളെ അബുട്ടിയാക്കല്ലേ? ഏത്? നമ്മളപ്പോ ഇവിടെ കടിയിലുണ്ടായിരുന്നേ. മൂപ്പരോടെ വിസിറ്റിംഗ് നിൽക്കണ ഇവിടെ ധൈര്യയിലുണ്ട്, നമ്മളൊന്ന് കാണണമെന്ന്. ഇൻഷാ അല്ലാ, കട അടച്ചിട്ടൊന്ന് പോയി നോക്കണം കേട്ടാ. എന്തിപ്പോ 6 മാസമായപ്പോ ഒരു വിസിറ്റിങ്ങിന് വരവേ? ഞങ്ങളിപ്പോ അടുത്ത മാസം നാട്ടിൽ വരാൻ നിൽക്കാണ്. നിങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒരു ജോലി വേണം, നല്ല സെക്യൂരിറ്റി പണിയോ കടയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇനിയിപ്പോ എന്നെ കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ. അതെന്തിപ്പോ അങ്ങനെ? 17ാമത്തെ വയസ്സിൽ മീശയും കറുപ്പിച്ച് പാസ്പോർട്ട് എടുത്തിട്ട് കയറിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന പണിയൊക്കെ ചെയ്ത് അല്ലലില്ലാതെ കുടുംബം നോക്കി 4 പെങ്ങന്മാരെ കെട്ടിച്ച്, പിന്നെ ഒരു വീട് വെച്ച്, മോളെ കെട്ടിച്ച്, മോനിപ്പോൾ ഒരു ജോലിയായി. ഇങ്ങനെ കുറേ ബാധ്യത തീർക്കണതിൻ്റെ ഇടയിൽ എനിക്ക് വെച്ചിട്ട് എന്തെങ്കിലും സമ്പാദിക്കാൻ ഞാൻ മറന്നു. മുടങ്ങാതെ കിട്ടിയ വരുമാനം ഇല്ലാതായപ്പോഴേ ഞാനൊരു അധികപ്പറ്റായോ എന്ന് ഓൽക്കൊരു തോന്നല്. ചിലപ്പോൾ എൻ്റെ തോന്നലേക്കാരം. നമ്മൾ ഇവിടുന്ന് ഫോണിൽ സംസാരിക്കുമ്പോഴും ലീവിൽ ചെല്ലുമ്പോഴൊക്കെ കിട്ടുന്ന ആ സുഖം ഉണ്ടല്ലോ, അതാണ് കിട്ടണില്ല. 6 മാസം കൊണ്ട് എല്ലാവരും വല്ലാതാണ്ട് മാറി. ആ ഒറ്റപ്പെടലിനെക്കാട്ടിയും നല്ലത് ഈ പ്രവാസം തന്നെയാണ്.